നമസ്കാരം. വി.ഡി. സതീശൻ കംപ്ലീറ്റ് ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു. 21 മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം 21 ആളുകളുടെ എണ്ണം പട്ടികയായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട്, മന്ത്രിസഭയിൽ ആർക്ക് ഭൂരിപക്ഷം എന്ന്. പേരുകളുടെ സമീപനവും സ്വഭാവവും ഒക്കെ കൂട്ടി നോക്കുമ്പോൾ KCയുടെ മൃഗീയ ഭൂരിപക്ഷം അവിടെ കാണാൻ കഴിയും. മാത്രമല്ല KCയും RCയും കൂടി സതീശനെ ചവിട്ടിക്കൂട്ടാൻ ഒരു വമ്പൻ പദ്ധതി തന്നെ തയ്യാറാക്കി പാർട്ടിയിൽ നടപ്പാക്കി എന്ന് മനസ്സിലാകും. എവിടെയാണ്? പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ പട്ടിക നോക്കിയാൽ. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്സഹായനായി മന്ത്രിസഭയിൽ നിൽക്കുന്ന ആളാണോ? അല്ല. പകരം അതേ നയതന്ത്ര മന്ത്രവാദം കൊണ്ട് സതീശൻ തിരിച്ചടിച്ച് മറ്റൊരു വിധത്തിൽ മേൽക്കൈ നേടിയിട്ടുണ്ട്. RCയെയും KCയെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫൈറ്റ് ചെയ്ത് വീഴ്ത്തിയതുപോലെ തിരിച്ചൊരു വീഴ്ത്തൽ. അതെങ്ങനെ? നമുക്ക് രസകരമായൊരു കണക്ക് നോക്കിയാൽ അത് മനസ്സിലാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC നടത്തിയ യുദ്ധത്തിൽ പിഴവ് പറ്റി വീണുപോയി. അത് RCയെ കൂടെ നിർത്തിയില്ല എന്നതായിരുന്നു ആ ഒരു പിഴവ്. എന്നാൽ മന്ത്രിസഭ രൂപവൽക്കരണത്തിൽ KC അത് സാധിച്ചെടുത്തു. RCയെയും കൂട്ടി ഒരു വമ്പൻ സംഘത്തെ തന്നെ കോൺഗ്രസിൽ നിന്ന് മന്ത്രിസഭയിൽ ഇറക്കി എന്ന് മാത്രമല്ല, വകുപ്പിൻ്റെ കാര്യത്തിലും ഒരു കൃത്യമായ ഉദ്ദേശം നടപ്പാക്കപ്പെട്ടു. ആരൊക്കെയാണ് KCയുടെ പടയാളികൾ മന്ത്രിസഭയിലെത്തിയത്? KCയുടെ ആളുകൾ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകൾ എടുക്കും? RCയുടെ ആളുകൾ ആരൊക്കെയാണ്? അപ്പോൾ V.D. സതീശന് മന്ത്രിസഭയിൽ പിന്തുണക്കാരില്ലേ? ഉണ്ട്. ഒന്നാമൻ മുഖ്യമന്ത്രി തന്നെ, V.D. സതീശൻ. ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാൻ വമ്പൻ നീക്കം നടത്തി വിജയിച്ചു എങ്കിലും KCയുടെ ആ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ V.D. സതീശൻ നിരായുധനായി പോയില്ല. കോൺഗ്രസിലെ അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അദ്ദേഹം നിസ്സഹായനാണ് എങ്കിലും 1.5 ദശാബ്ദത്തിനിപ്പുറം UDF വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ മാണി സാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇല്ലാത്തതിനാൽ ധനവകുപ്പ് അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അത് കോൺഗ്രസിൻ്റെ കയ്യിൽ അധികമായി ഉണ്ട്. അങ്ങനെ ആഭ്യന്തര വകുപ്പിന് പകരം ധനം മുഖ്യമന്ത്രി എടുത്തു. ധനവകുപ്പിൽ അടിസ്ഥാനപരമായി തീരുമാനിക്കപ്പെട്ടാൽ പ്രശ്നങ്ങൾക്ക് സമർത്ഥമായ പരിഹാരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സർക്കാർ പ്രതിരോധത്തിലായേക്കാവുന്ന ഘട്ടങ്ങളിൽ നിർണായക ഇടപെടൽ നടത്തിയാൽ, കടുംപിടുത്തം വിട്ടു മുന്നോട്ട് പോയാൽ. LDFന് പറ്റിയ പിഴവുകൾ പറ്റാതിരിക്കാൻ സതീശന് ധനം അനിവാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കുടുംബശ്രീക്ക് വെറും 100 കോടി കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് വെച്ചോ, അതിൻ്റെ പേരിൽ നാടുനീളെ കോലാഹലങ്ങൾ, സമരങ്ങൾ ഒക്കെ നടക്കും സ്വാഭാവികമായി. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 100 കോടി അത്ര വലിയ തുകയല്ല. 1 ലക്ഷം കോടിയൊക്കെ ബജറ്റ് അവതരിപ്പിക്കുന്ന സംസ്ഥാനത്തിന് എവിടുന്നെങ്കിലും പിടിച്ച് അങ്ങോട്ട് മാറ്റി കൊടുക്കാം എന്നിരിക്കെ വമ്പൻ പ്രതിസന്ധിയുടെ കഥ പറയാതെ മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എടുത്തില്ല ആ കാലത്ത്. എന്നാൽ ഇപ്പോൾ വേണമെങ്കിൽ സതീശൻ അതെടുത്ത് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും. ധനവകുപ്പ് ആരുടെ കയ്യിലാണോ അയാളുടെ കടുംപിടുത്തത്തിന് ഇരയായി മുഖ്യമന്ത്രി തപ്പി നടക്കണ്ട. സ്വന്തം കയ്യിൽ വകുപ്പുണ്ടെങ്കിൽ അതാണ് സതീശന് ഒന്നാമതായി ധനവകുപ്പ് കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്. പിന്നെ തുറമുഖം. കേരളത്തിൽ വമ്പൻ സാധ്യതകൾക്ക് വിഴിഞ്ഞമടക്കം വമ്പൻ പദ്ധതികൾ വഴി ധനസമാഹരണവും തുടർ പ്രവർത്തനവും വഴി സർക്കാർ ഇമേജ് തന്നെ മാറ്റിമറിക്കാൻ ഇടയുള്ള പദ്ധതികൾ വരാനിടയുള്ളൊരു വകുപ്പാണ്. സതീശൻ ആ വകുപ്പിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞു. മാത്രമല്ല, കടൽ വഴിയുള്ള ഗതാഗതം എന്ന അസാധാരണമായ, ഇപ്പോഴും മനസ്സിലാക്കപ്പെടാത്ത, എനിക്കത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഒരു വാഗ്ദാനം, ഈ റോഡിന് സമാന്തരമായി ഒരു യാത്ര സാധ്യത എന്ന നിലയിൽ ഒരു വാഗ്ദാനം, ഒരു സങ്കല്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് സതീശൻ മുന്നോട്ട് വെച്ചിരുന്നു. പലരും അത് ഖണ്ഡിച്ചിട്ടും കാണുന്നുണ്ട്. നമുക്കതിൻ്റെ സാങ്കേതികത്വം അറിയില്ല. അതിൻ്റെ കൂടി സാധ്യതകൾ കൂടി ആരായനുള്ള നീക്കം കൂടി ആയിരിക്കാം സതീശൻ്റേത്. എന്തായാലും ആഭ്യന്തരം വെട്ടി നിരായുധനാക്കാനുള്ള നീക്കം അങ്ങനെ സതീശൻ മറ്റൊരു വകുപ്പ് കൈക്കലാക്കുന്നതിലൂടെ മറികടന്നിട്ടുണ്ട്. മാത്രമല്ല, പോലീസ് ഭരണം വഴി ഉണ്ടാകാനിടയുള്ള സകല കുഴപ്പങ്ങളെയും അതിജീവിക്കാനും V.D. സതീശനാകും. എങ്ങനെ? അതെല്ലാം രമേശിൻ്റെ തലയിൽ വെക്കാൻ പറ്റും. ഉദാഹരണത്തിന് പോലീസിലെ സംഘീവൽക്കരണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് RSSകാരുടെ കേസ് പിൻവലിക്കണം, പ്രവീൺ തൊഗാഡിയെ രക്ഷിക്കൽ ഒക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം സംഘപരിവാർ സ്വാധീനം പോലീസിലുണ്ട് എന്നതിൻ്റെ തെളിവുകളായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും ഒപ്പമില്ലാത്തത് കൊണ്ട് ന്യായീകരിക്കാൻ കോൺഗ്രസിൽ ആളുണ്ടായില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എന്നാലും പിടിവിട്ടു പോകാം. മുഖ്യമന്ത്രിയായി അധികം വൈകും മുമ്പ് MR അജിത് കുമാറിനുള്ള പ്രൊമോഷൻ അടക്കം ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പിൽ വരാനുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ചെന്നിത്തലയുടെ തലയിലിട്ട് സതീശന് തടിയൂരാം. അങ്ങനെ 5 വർഷവും മുഖ്യമന്ത്രിക്ക് ഒരു കറക്റ്റീവ് ഫോഴ്സായി അങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ സതീശനെ ഏതായാലും ആരും പാഠം പഠിപ്പിക്കാൻ പോകേണ്ടതില്ല. സർക്കാർ പ്രതിരോധത്തിലാകാനിടയുള്ള ഓരോ മന്ത്രിസഭാ യോഗാനന്തരവും മാധ്യമങ്ങളിൽ ഷൈൻ ചെയ്യാനുള്ള വകുപ്പ് മുഖ്യമന്ത്രി കണ്ടെത്തിക്കോളും. അങ്ങനെ 5 വർഷവും മുഖ്യമന്ത്രിക്ക് ഒരു പോരാളിയായി നിലകൊള്ളാനും മുന്നിൽ വകുപ്പുണ്ട്. സതീശൻ അത് നേടിയെടുത്തു. ആഭ്യന്തരം കൊടുത്തിട്ടും ധനം എടുത്തിട്ടും. ചെന്നിത്തലയെ പോലൊരു വൻമരം വരുമ്പോൾ അതിനെയും സാധ്യതയാക്കി മാറ്റാൻ കഴിയും സതീശന്. ഇനി ബാക്കിയുള്ള നില നോക്കൂ. കെ മുരളീധരൻ ഒഴികെ ഉപാധികളില്ലാതെ സതീശനൊപ്പം നിൽക്കാൻ കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാരിൽ ഇടയുള്ള ഒരാൾ പോലും ഇല്ല. കോൺഗ്രസിൻ്റേതായി പ്രതിനിധി മന്ത്രിസഭയിൽ ഇല്ല. ഭൂരിപക്ഷവും KC പക്ഷക്കാർ തന്നെ. മുരളീധരൻ ഉപാധികളില്ലാതെ നിന്നേക്കാം സതീശനൊപ്പം. ബാക്കിയുള്ളവരുടെ ചെന്നിത്തല അടക്കം KC പക്ഷം തന്നെ. ഈ സതീശനെതിരെ എന്നുള്ള നിലയിൽ KCക്കൊപ്പം നിൽക്കുന്ന
ആളുകളുടെയും VDക്ക് എതിരെ നിൽക്കുന്ന ആളുകളുടെയും പട്ടിക ഒന്ന് നോക്കാം. ഉദാഹരണത്തിന് ഒന്ന് സണ്ണി ജോസഫ്, റവന്യൂ. നേരത്തെ സതീശനൊപ്പം ആദ്യഘട്ടത്തിലൊക്കെ കടുത്ത നിലപാടെടുത്ത ആളാണ് സണ്ണി ജോസഫ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ KCക്കൊപ്പം നിലപാടെടുത്തു. നമ്മൾ പല രീതിയിൽ വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ്. AP അനിൽകുമാർ കുറച്ച് മുന്നേ തന്നെ AP കാല് മാറിയിട്ടുണ്ടായിരുന്നു. സണ്ണി ജോസഫിന് പോലെയല്ല, നേരത്തെ തന്നെ AP അനിൽകുമാർ KCൻ്റെ നിലപാട് ഇലക്ഷന് ഒരു വർഷം മുന്നേ തന്നെ KCക്കൊപ്പമാണ് നിലപാടെന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലായി തുടങ്ങിയിരുന്നു. അനിൽകുമാറിന് ആരോഗ്യവകുപ്പാണ്. PC വിഷ്ണുനാഥ് നിലവിൽ എ ഗ്രൂപ്പിലെ പ്രധാന നേതാക്കളൊക്കെ PCയും തിരുവഞ്ചൂരും അടക്കം KCക്കൊപ്പമാണ് എന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. PC വിഷ്ണുനാഥിന് ഇത്തവണ ടൂറിസം സാംസ്കാരികമാണ് കൊടുത്തിട്ടുള്ളത്. ലിജു എക്സൈസ്. ലിജുവിൻ്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. സഹകരണം എക്സൈസാണ് ലിജുവിനുള്ളത്. സിദ്ദിഖ് വനം. OJ ജനീഷ് യുവജനക്ഷേമം. ജനീഷ് ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയതിന് ശേഷം പിന്നീട് ഷാഫി പറമ്പിലടക്കം ഒന്നാകെ KC പക്ഷത്തേക്ക് സതീശൻ്റെ അടുത്തു നിന്നും മാറിപ്പോയ ഘട്ടത്തിൽ പിന്നീട് വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് OJ ജനീഷിനെ പകരം VD സതീശന് നോമിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ KCയുടെ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഷാഫിയുടെ നിലപാടാണ് സ്വീകരിച്ചത്. OJ ജനീഷിനെ സംസ്ഥാന പ്രസിഡന്റാക്കുകയാണ് ചെയ്തത്. OJ ജനീഷ് അതുകൊണ്ട് തന്നെ ഉറച്ച നിലപാടിൽ ഉള്ള ആളാണ്. യുവജനക്ഷേമമാണ് മൂപ്പരുടെ വകുപ്പ്. പിന്നെ KA തുളസിയും IC ബാലകൃഷ്ണനും ആണ് ടേം മാറി മത്സരിക്കുന്നത്. KA തുളസിയാണ് ആദ്യത്തെ കൂട്ടത്തിലുള്ളത്. KA തുളസിയും വ്യത്യസ്തമല്ല. ശ്രീകണ്ഠൻ്റെ MP-യുടെ KCക്കൊപ്പം നിൽക്കുന്ന ശ്രീകണ്ഠൻ്റെ ഭാര്യ കൂടിയായ തുളസി. ടേം വ്യവസ്ഥയിൽ SC/ST വകുപ്പാണ്. IC ബാലകൃഷ്ണനാണെങ്കിൽ ചെന്നിത്തലയുടെ സ്വന്തം ആളാണ്. IC 2.5 കൊല്ലത്തിന് ശേഷമാണ്. ഹൈക്കമാൻഡിനോട് KCയുടെ കൂടി പേര് പറഞ്ഞുവെങ്കിലും RCയും ആണ് അടുത്ത ആളായിട്ട് ഓപ്ഷനായിട്ട് വരുന്നത്. പിന്നെ K മുരളീധരൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. വൈദ്യുതി വകുപ്പുമായി സതീശനൊപ്പം ഉറച്ചു നിൽക്കും. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന റോജി M ജോണും വനിതാ ശിശുക്ഷേമം കൈകാര്യം ചെയ്യുന്ന ബിന്ദു കൃഷ്ണയും ആവശ്യത്തിന് ഒരുപക്ഷെ സതീശനൊപ്പം ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഉറപ്പിന് എത്രത്തോളം ഉറപ്പുണ്ടെന്ന് നമുക്ക് നിലപാട് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. KCക്കൊപ്പവും നിന്നേക്കാം. അവിടെയും ഇവിടെയുമല്ലാതെ ഓരോ സമയത്തും ആടിക്കളിച്ച VT ബൽറാമിനെയൊക്കെ അടിയോടെ വെട്ടിയിട്ടുണ്ട് മന്ത്രിസഭയിലേക്ക് കയറ്റാതെ. ബൽറാം അതിലുള്ള സങ്കടം പരോക്ഷമായി മന്ത്രിമാരുടെ പ്രഖ്യാപനാനന്തരം ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട്. ഞാൻ വെറും തൃത്താലയുടെ MLA എന്ന മട്ടിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് VT ബൽറാമിൻ്റെ അവസ്ഥ. KCയുടെ പിന്തുണയില്ല, VDയുടെ പിന്തുണയില്ല എന്നുള്ള മട്ടിലായി. ഓരോ സമയത്ത് ആദ്യം KCയുടെ ഒപ്പവും പിന്നീട് VD സതീശനൊപ്പം എന്ന് കാണിക്കാനുള്ള പ്രകടനങ്ങളും ആണ് മുമ്പിലേക്ക് വന്നത്. അത് സ്വാഭാവികമായി ഇരട്ട നിലപാടാണല്ലോ. അത് ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് വേണം റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകാൻ. ഇനി ചാണ്ടി ഉമ്മൻ്റെ കാര്യമാണ് കഷ്ടം. KCയെ പണ്ട് ഒരിക്കൽ തേച്ചുപോയതിൻ്റെ കലിപ്പ് ഇപ്പോഴും KCക്ക് മാറിയിട്ടുണ്ടാകാൻ ഇടയില്ല. സതീശനൊപ്പാണെങ്കിൽ സമ്പൂർണ്ണമായി നിൽക്കാനും ഇല്ല. അങ്ങനെ ചാണ്ടി ഉമ്മനെ വെട്ടി പകരം റോജി M ജോൺ എത്തി. ആകപ്പാട് നോക്കിയാൽ കോൺഗ്രസിലെ 11 മന്ത്രിമാരിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉപാധിയില്ലാതെ നിൽക്കുന്നത് K മുരളീധരൻ മാത്രം. പാർട്ടിയിൽ കൂടി പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നം മന്ത്രിസഭയിൽ വന്നു എന്ന് വെച്ചോ എന്തായിരിക്കും അവസ്ഥ? മുഖ്യമന്ത്രി അടക്കം 21 അംഗ മന്ത്രിസഭ. ആ മന്ത്രിസഭയിൽ കോൺഗ്രസിലെ പിന്തുണ മുഖ്യമന്ത്രിക്ക് താനടക്കം 2 പേരുടേത് മാത്രമായിരിക്കും. ഉപാധികളില്ലാത്ത പിന്തുണ. വേണ്ടി വന്നാൽ മറ്റ് 2 പേർ കൂടി ഒപ്പം നിൽക്കുമായിരിക്കും. നേരത്തെ പറഞ്ഞ 2 പേരുകാർ റോജി M ജോണും ബിന്ദു കൃഷ്ണയും ഒക്കെ. ഇനി അല്ലാതെ ആരെങ്കിലും നിന്നാലും 2 3 അല്ലേ ആവുള്ളൂ. എന്നാലും പോരാ. എന്നാൽ സതീശൻ ഇതൊക്കെ നേരത്തെ കണ്ടു. സാധാരണ ഒരു മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്നാണ് എല്ലാവരും പിന്തുണ കൊടുക്കുക. പക്ഷേ സതീശൻ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി. KC/RC ഓപ്പറേഷൻ മറികടക്കാൻ മന്ത്രിസഭയിൽ സതീശൻ ഭൂരിപക്ഷം ഉണ്ടാക്കി. എങ്ങനെ? അതിന് വലിയ തന്ത്രം തന്നെ സതീശൻ പയറ്റി. ഒന്നാമത്തേത് ആഭ്യന്തരം വിട്ടുകൊടുക്കുന്നു എന്ന മട്ടിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ തുടക്കം മുതലേ വേണം എന്നുള്ള നിലപാടുമായി സതീശനും രംഗത്തെത്തി. അതിന് ശക്തമായ നിലപാടെടുത്തു. പണ്ട് 5ാം മന്ത്രി ഉണ്ടായ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ ഇടക്കാലത്ത് 5ാം മന്ത്രി നൽകാൻ പോയി പുലിവാല് പിടിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ടാകും. അന്ന് പട നയിച്ചത് 5ാം മന്ത്രിക്കെതിരെ ലീഗിനെതിരെ പട നയിച്ചവരിൽ മുമ്പിലാണ് സതീശൻ. അതുകൊണ്ട് മൂപ്പർക്ക് അറിയാം ഇത്തവണ ലീഗ് കൈമൈ മറന്ന് തനിക്കൊപ്പമാണ്. അതുകൊണ്ട് അവർക്ക് 5 കൊടുത്താൽ 5 മന്ത്രിമാരും തനിക്കൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കും എന്ന്. അങ്ങനെ ലീഗിന് 5 മന്ത്രിമാർ ലീഗിൻ്റെ വലിയ പ്രതിസന്ധി ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ കൂടി പിന്തുണയോടെ ലീഗിന് 5 മന്ത്രിമാരെ നേടിയെടുത്തു കൊടുക്കാൻ കഴിഞ്ഞു. ലീഗ് 5 മന്ത്രിമാരെയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം സതീശനും കൂടി ബലം നൽകുന്നതാണ്. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ ആണ് 5ാമത്തെ ആൾ. പകരം അദ്ദേഹം 2.5 കൊല്ലം കഴിയുമ്പോൾ പാറക്കൽ അബ്ദുള്ളക്ക് ബാക്കി 2.5 കൊല്ലം പങ്കുവെക്കും എന്നും വാർത്തകൾ ഉണ്ട്. അങ്ങനെ ലീഗിൻ്റെ 5 പേർ. പിന്നെ K മുരളീധരനടക്കം സതീശൻ്റെ പിന്തുണ കിട്ടും. അങ്ങനെ 6 ആയില്ലേ. ഇനി അടുത്തത് കേരള കോൺഗ്രസും സതീശനൊപ്പം നിൽക്കും. മോൻസ് ജോസഫാണ് കേരള കോൺഗ്രസിൻ്റെ മന്ത്രി. PJ ജോസഫിൻ്റെ മകൻ നിയമസഭയിൽ ചീഫ് വിപ്പായിട്ടുണ്ടെങ്കിലും മന്ത്രിസഭയിലില്ല. മോൻസ് ജോസഫ് അടക്കം അദ്ദേഹത്തിന് കിട്ടും 7 മന്ത്രിമാർ, 7 പേരുടെ പിന്തുണ. പിന്നെ CP
CP ജോൺ CP ജോൺ പൂർണ്ണ 5 വർഷവും കൂടെ ഉള്ളതാണ്. സതീശനൊപ്പം എല്ലാ കാലത്തും ഉറച്ചു നിൽക്കുന്ന ആളാണ്. 8 ആളായോ. ഇനി അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വെച്ചാണ് 2.5. അപ്പോൾ അവർ വരുമ്പോൾ ആര് വന്നാലും സതീശനൊപ്പം നിൽക്കും. 9 ആയോ. 10ാമത്തേത് സാക്ഷാൽ ഷിബു ബേബി ജോൺ, ഉറച്ച നിലപാടാണ് ഒപ്പരം. അങ്ങനെ 11 ആളാണ് സതീശനൊപ്പം ഉള്ളത്. KCയും RCയും കൂടി എന്തൊക്കെ കൊണ്ടുവന്നാലും മന്ത്രിസഭയിൽ VD സതീശന് ഭൂരിപക്ഷം കിട്ടും. സ്വന്തം പാർട്ടിക്കാരില്ലെങ്കിലും ഘടകകക്ഷികളുടെ അടക്കം 20 പേര്, പിന്നെ മുഖ്യമന്ത്രി അടക്കം 21 പേർ മന്ത്രിസഭയിലെ ഭൂരിപക്ഷം പ്രാഥമികമായി തന്നെ സതീശന് കിട്ടും. അങ്ങനെ കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ KCയുടെ മേൽക്കൈ സതീശൻ ഘടകകക്ഷികളെ വെച്ച് തുടക്കത്തിലെ പൊളിച്ചു എന്നർത്ഥം. അതിനായി സതീശൻ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ഓരോരുത്തരെയും അനുനയിപ്പിക്കാൻ ഓരോ നേതാക്കളുടെ വീട് ഒന്നിലധികം തവണ കയറി താൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാക്കി. വിട്ടുവീഴ്ചകൾ ബോധ്യപ്പെടുത്തി തൻ്റെ നിബന്ധനകൾ അവരുടെ ആവശ്യമാക്കി മാറ്റിയാണ് തന്ത്രങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവ് അങ്ങോട്ട് പോയി ഓരോരുത്തരുടെ വീട്ടിലും പോയി ചർച്ച നടത്തുന്നത് അസാധാരണമായ കാഴ്ചയായിരുന്നു. ലീഗിനുള്ള 4 എന്നത് 5 ആക്കാൻ KCയെ വരെ അങ്ങോട്ട് പോയി കണ്ടു വഴിക്ക് കൊണ്ടുവന്നു. തിരുവഞ്ചൂരിനെ പോലെ സീനിയറായ ഒരാളെ സഭ പ്രതിസന്ധിയില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ തക്ക വിധം ഒരു സ്പീക്കറിലേക്ക് ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മാറ്റി പ്രതിഷ്ഠിക്കാനും കഴിഞ്ഞു. മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം ഭൂരിഭാഗവും പുതുമുഖങ്ങൾ. എന്തുകൊണ്ടും തുടക്കത്തിൽ 2ാം പിണറായി മന്ത്രിസഭ പുതുമുഖ ഭാവത്തെ വെല്ലുന്ന തരത്തിലുള്ള ഒരു നിരയെ റെഡിയാക്കി. ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇതുവരെ ഓക്കെയാണ്. പിന്നാലെയുള്ള പ്രകടനങ്ങൾ മാത്രം ഇനി നാട്ടുകാർ നോക്കിയാൽ മതി. എല്ലാ അർത്ഥത്തിലും ഭൂരിപക്ഷത്തിലും മുന്നിലും പിന്നിലും ഉള്ള പിന്തുണകളുടെ ബലത്തിലും VD സതീശൻ മന്ത്രിസഭ ഗംഭീരമായി പെർഫോം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.